ഹോം ടു ഹോമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വർണം അളക്കുന്നത് പോലെ ഭൂമി അളക്കാറില്ല. പക്ഷെ ഭൂമിക്ക് സ്വർണത്തിന്റെ വിലയായാലോ? അപ്പോൾ നമ്മുടെ ലാൻഡ് കോസ്റ്റ് വളരെ കൂടി വരുന്നു. അപ്പോൾ നമ്മളൊരു വീട് വെക്കാനായിട്ട് ഒരു സ്ഥലം വാങ്ങിയാൽ ആ സ്ഥലം ഏറ്റവും എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലാനിങ് സ്റ്റേജിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ ഭൂമിയുടെ അളവെടുക്കുക എന്നുള്ളത്. അതിന് ഇന്ന് നമുക്ക് അവൈലബിൾ ആകുന്നതിലെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് ടോട്ടൽ സ്റ്റേഷൻ സർവേ അല്ലെങ്കിൽ ടോട്ടൽ സ്റ്റേഷൻ മെഷീൻ. ഇതാണ് ടോട്ടൽ സ്റ്റേഷൻ മെഷീൻ. ഇത് ഒരു ലേസർ മെത്തേഡിൽ ലാൻഡ് മെഷർമെന്റ് എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. ഇത് എന്തിനാണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമുക്കതിൻ്റെ ഗുണങ്ങൾ എന്നുള്ളതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. വീട് നിർമ്മാണത്തിന് പ്രധാനമായും 2 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് അതിൻ്റെ പ്ലാനിങ് സ്റ്റേജും, 2 അതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റേജും. എക്സിക്യൂഷൻ സ്റ്റേജിൽ നമുക്ക് ഏറ്റവും ടെൻഷൻ ഫ്രീ ആയിട്ട് ഏറ്റവും ഭംഗിയായിട്ടും നമുക്ക് ആ വീട് പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ പ്ലാനിങ് സൈഡ് ഏറ്റവും എഫക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ പ്ലാനിങ് ഏറ്റവും എഫക്റ്റീവ് ആകണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആകുന്ന ഡേറ്റ ഏറ്റവും കൃത്യമായിരിക്കണം. ലാൻഡിനെ സംബന്ധിച്ചിട്ട് നമുക്ക് ഓരോ സ്ഥലത്തും കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി അനുസരിച്ചിട്ട് ഓരോ പ്രദേശത്തിനും ഓരോ രീതിയിലുള്ള ടെറൈൻ ഫീച്ചേഴ്സുകളാണ് ഉള്ളത്. അപ്പോൾ ഓരോ ടെറൈൻ ഫീച്ചേഴ്സിനും മാച്ച് ചെയ്യുന്ന രീതിയിൽ അതിനെ ഏറ്റവും സന്തുലിതമായ രീതിയിൽ വേണം അവിടുത്തെ വീടിൻ്റെ ഡിസൈൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഡേറ്റ കൃത്യമായി നമുക്ക് ലാൻഡിൽ നിന്ന് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെഷർമെൻറ്റ് മെത്തേഡാണ് ടോട്ടൽ സ്റ്റേഷൻ സർവേ എന്നുള്ളത്. ഈ ടോട്ടൽ സ്റ്റേഷൻ സർവേയിൽ നമ്മൾ മാനുവലായിട്ട് കൺവെൻഷനലായിട്ട് ടേപ്പ് കൊണ്ട് അളക്കുന്നതിനേക്കാൾ വളരെ 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 ആക്യുറേറ്റ് ആയിട്ട് മെഷർമെൻറ്റ്സ് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് ഒരു സ്ഥലം അളക്കുമ്പോൾ അത് ഏറ്റവും കൃത്യതയോടുകൂടി ആ സ്ഥലം എത്രയാണ് എന്നുള്ളതും ആ സ്ഥലത്തിനകത്ത് നിന്ന് 4 സൈഡിലേക്ക് മുനിസിപ്പാലിറ്റിയുടെയോ പഞ്ചായത്തിൻ്റെയോ റൂളുകൾ അനുസരിച്ചിട്ട് എത്ര അകത്തേക്ക് സെറ്റ് ബാക്ക് വിടണം എന്നുള്ളതും എക്സാക്റ്റ് ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ലാൻഡിൻ്റെ മെഷർമെൻറ്റ്സ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇതിൻ്റെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ടെറൈൻ്റെ ഒരു ബിൽഡിംഗ് പണിയാൻ പോകുന്ന ഒരു വീട് പണിയാൻ പോകുന്ന പ്രദേശത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ ലെവൽസുകൾ കൃത്യമായി കിട്ടുന്നു എന്നുള്ളതാണ്. റോഡിൽ നിന്ന് എത്ര ഉയർന്നിട്ടാണ് നമ്മുടെ പ്ലോട്ട് നിൽക്കുന്നത്, പ്ലോട്ടിനകത്ത് നമുക്ക് കട്ടിങ് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ മണ്ണിട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഈ കാര്യങ്ങൾ കൃത്യമായ ഒരു അനലറ്റിക്കൽ പ്രൊസീജിയേഴ്സിലേക്ക് പോകുന്നതിന് നമുക്ക് ഈ ലെവൽസുകളുടെ ഉപയോഗം പ്രയോജനപ്രദമാകും. ടോട്ടൽ സ്റ്റേഷൻ സർവേയുടെ മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടെറൈൻ ഫീച്ചേഴ്സിനെ എക്സാക്റ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഒരു 15 സെൻറ്റ് സ്ഥലമുണ്ട് അല്ലെങ്കിൽ ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ട്, അതിൽ വീട് വെക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഏരിയ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കിയുള്ള മരങ്ങളെ നമുക്ക് അവിടെ നിലനിർത്തണം. അപ്പോൾ അതിന് നമുക്ക് കൃത്യമായി ആ മരത്തിൻ്റെ പൊസിഷൻസുകൾ മനസ്സിലായാലാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരു പ്ലോട്ടിനകത്ത് മരങ്ങൾ, ബിൽഡിങ്, കിണർ ഉൾപ്പെടെയുള്ള മറ്റ് എലമെൻസുകൾ ഇതിൻ്റെയൊക്കെ എക്സാക്റ്റ് പൊസിഷൻ നമുക്ക് ടോട്ടൽ സ്റ്റേഷൻ സർവേ മെഷർമെൻറ്റ് ഉപയോഗിച്ചിട്ട് എടുക്കുമ്പോൾ കൃത്യമായി കിട്ടുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് മരങ്ങളെ നിർത്തിക്കൊണ്ട് തന്നെ വീടിനെ എഫക്റ്റീവായി എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഈ ഡാറ്റ കിട്ടിയാൽ കൃത്യമായി പ്ലാൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കിണർ നമുക്കുണ്ട്, വളരെ നല്ല ജലം കിട്ടുന്ന വളരെ പാരമ്പര്യമായിട്ട് അവിടെ ഉള്ള ഒരു കിണറാണെന്ന് വിചാരിക്കുക. അതിനെ ഡിമോളിഷ് ചെയ്യാതെ തന്നെ നമുക്ക് എഫക്റ്റീവായിട്ട് വീട് പ്ലാൻ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഈ ടെറൈൻ ഫീച്ചേഴ്സിനകത്ത് ഉയർച്ച താഴ്ചകൾ ഉണ്ടായെങ്കിൽ ഉയർച്ച താഴ്ചകളുടെ ലെവൽസിന്റെ വ്യത്യാസം അനുസരിച്ചിട്ട് വീട് എങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റും, ഇതിനൊക്കെ വളരെ വളരെ ഗുണപ്രദമാണ് ഈ ടോട്ടൽ സ്റ്റേഷൻ സർവേ എന്നുള്ളത്. ഇതെങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, ഇതിന്റെ പ്രവർത്തന രീതി എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തത് ഈ മെഷീനാണ്. ഈ മെഷീൻ ഒരു ട്രിപ്പോഡിൽ നമ്മൾ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യും. ഇതിൽ നിന്ന് പോകുന്ന ലേസർ കണക്ട് ചെയ്യാനായിട്ടും അതിനെ ഇന്റർസെക്ട് ചെയ്തിട്ട് തിരിച്ച് ഈ മെഷീനിലേക്ക് അത് വന്ന് രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെഷീൻ ഒരു സ്ഥലത്ത് സ്ഥാപിക്കുകയും അടുത്ത സ്ഥലത്ത് ഒരു പ്രിസം, ഇതാണ് പ്രിസം. ഈ പ്രിസം പിടിക്കുന്ന ആള് നമുക്ക് ഇപ്പോൾ
ഒരു സ്ഥലത്തിന്റെ ബൗണ്ടറി നമുക്ക് മെഷർമെന്റ് എടുക്കണം. ഇറഗുലർ ബൗണ്ടറിയാണ്, അത് നമുക്ക് ടേപ്പ് ഉപയോഗിച്ച് എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമുക്ക് ടോട്ടൽ സ്റ്റേഷൻ ആണെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ടോട്ടൽ സ്റ്റേഷൻ മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടോട്ടൽ സ്റ്റേഷൻ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യുന്നു. അതിന്റെ പ്രിസം പിടിക്കുന്ന ആള് ഈ ബൗണ്ടറിയിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഈ ടോട്ടൽ സ്റ്റേഷൻ മെഷീൻ അകത്ത് നിന്ന് പോകുന്ന ലേസർ ആ അതിനെ ഇടിച്ച് തിരിച്ച് ഇതിനകത്ത് ഒരു കോർഡിനേറ്റ് ആയിട്ട് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു 3 ഡയമെൻഷണൽ കോർഡിനേറ്റ് ആണ്, എക്സ് വൈ ഇസഡ് ഉള്ള കോർഡിനേറ്റ്സ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഒരേ സമയം അതിന്റെ പൊസിഷനും കിട്ടും, ലെവൽസുകളും കിട്ടും. അതിനുശേഷം ഇത് നമ്മൾ സോഫ്റ്റ്വെയറിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ഓട്ടോക്യാഡ് ഫോർമാറ്റിലേക്ക് നമുക്ക് വരയ്ക്കാൻ പാകത്തിന് ഇതേപോലുള്ള കോണ്ടൂർ സ്കെച്ച് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അതിൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ബൗണ്ടറി നമുക്ക് അറിയാൻ പറ്റും. ആ ടെറൈനകത്തുള്ള ഫീച്ചേഴ്സുകളും എല്ലാം നമുക്ക് കൃത്യമായി അതിൻ്റെ പൊസിഷന് അറിയാൻ പറ്റുന്നുണ്ടാവും. ഈ ടോട്ടൽ സ്റ്റേഷൻ സർവേ നിർബന്ധമാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള അടുത്ത ചോദ്യം. നമുക്ക് ഒരു ചെറിയ പ്ലോട്ടാണ്, നന്നായിട്ട് ടേപ്പിന് മെഷർമെന്റ്സ് എടുക്കാം, ഒരു മിനിമം ലെവൽ പ്ലാനിങ്ങേ നമ്മൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ ടോട്ടൽ സ്റ്റേഷൻ വേണമെന്നില്ല, ടേപ്പ് ഉപയോഗിച്ച് നമുക്ക് മെഷർമെന്റ്സ് എടുക്കാം. പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഏരിയ ഉണ്ട്, നമുക്ക് ടെറൈനും ലാൻഡ്സ്കേപ്പിങ്ങും അതുപോലെ തന്നെ വീടിൻ്റെ പ്ലാനിങ്ങും ഒക്കെ എഫക്റ്റീവായിട്ട് ചെയ്യണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ സ്റ്റേഷൻ വെച്ചിട്ടുള്ള സർവേ വളരെ ഗുണപ്രദമായിരിക്കും. ടോട്ടൽ സ്റ്റേഷൻ സർവേയുടെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ മെഷർമെൻറ്റ്സ് ലെവലിലുള്ള ആക്യുറസി നമുക്ക് നമ്മുടെ റെക്കോർഡിക്കൽ ഡേറ്റയുമായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ അനുസരിച്ച് വില്ലേജ് സ്കെച്ചിലും ആധാരത്തിലുമുള്ള ഏരിയയും സൈറ്റിലെ ഏരിയയും തമ്മിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്നുള്ളതും നമുക്ക് വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. ആ ഡേറ്റ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ചിലപ്പോൾ റോഡ് വൈഡനിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡേറ്റകളുമായിട്ട് നമുക്ക് കോയിൻസൈഡ് ചെയ്ത് എക്സാക്റ്റ് ആയിട്ട് എൻഷുർ ചെയ്തതിന് ശേഷം നമുക്ക് വീട് പണിയുന്നതിന് പ്ലാൻ ചെയ്യാനായിട്ട് ഈ ടോട്ടൽ സ്റ്റേഷൻ സർവേ ഉപകരിക്കും. സാറ്റലൈറ്റ് ഉപയോഗിച്ച് മെഷർമെൻറ്റ്സ് എടുക്കുന്ന GPS അല്ലെങ്കിൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഉപയോഗിച്ചും മെഷർമെൻറ്റ്സിനുള്ള സാധ്യതകൾ ഇപ്പോൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ എല്ലാ നോട്ടിഫിക്കേഷൻസും കൃത്യമായിട്ട് കിട്ടുന്നുണ്ടാവും. ഇതുപോലെ ഗുണകരമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.